ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു മെഴുക്കുവരട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളിവിടെ കരുണക്കിഴങ്ങ് എന്ന് പറയും. ഇത് മലയാളത്തിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ. ഇത് ചേമ്പല്ല കേട്ടോ, ചേമ്പ് അല്ല ചേനയും അല്ല. പക്ഷേ നമ്മളിതിൻ്റെ തോലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചേനയുടെ ഒരു ലുക്കാണ്. അതുപോലെ കൈ നന്നായി ചൊറിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ചേനയുടെ ഒരു വർഗ്ഗം തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണിൽ കുറവായിട്ട് കശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, ഇത്ര സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. വളരെ എളുപ്പമാണ്, ഒത്തിരി ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ തോലൊന്ന് ഇതുപോലെ ചീവിയിട്ട് കളയണം. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് പണിയുള്ളത് ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുക്കിങ്ങും കട്ടിങ്ങും ഒക്കെ എളുപ്പമാണ്. കുഞ്ഞതായിട്ട് നുറുക്കിയെടുക്കുക വേണ്ടു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളയുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആക്കി കൊടുക്കാൻ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ ചേനയും ഉരുളക്കിഴങ്ങും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി നോക്കണേ. അതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത പുതിയ കൂട്ടുകാർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഫാമിലി കുറച്ച് ഗ്രോ ആയിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ വീട്ടിലാരും ചേമ്പ് കഴിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനത് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട വറവ് നിങ്ങൾ ഉണ്ടാക്കുക, അതിനെ പറ്റിയൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് വേവ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ ചേന പോലെ അല്ല, പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് കുക്കറിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല, അടിഞ്ഞു പോവും. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കട്ടിയുള്ള പാത്രത്തിൽ ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതുപോലൊരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഞാൻ വളരെ കുറവ് ക്വാണ്ടിറ്റി ആക്കുന്നത്, 2 പേർക്കുള്ളതാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം വലിയ പാത്രം എടുത്തിട്ടില്ല. ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുറിച്ച കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാ കഷ്ണത്തിലേക്കും ഓയിലിൻ്റെ ആ ഒരു കോട്ടിങ് കിട്ടണം. അപ്പോൾ നല്ല അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ആ ചൊറിയുന്ന ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ട് അതിന് നല്ലൊരു മയവും അതുപോലെ ഒരു ക്രിസ്പിനെസ്സും എല്ലാം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഈവണായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇളക്കുമ്പം തന്നെ നമുക്കതിൻ്റെ ക്രിസ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു അളവ് വരെ നമ്മളിങ്ങനെ ചെയ്യണം. വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 3-4 മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്ക് തന്നെ ഇപ്പം തന്നെ കണ്ടാൽ അറിയാലോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ലൈറ്റ് ബ്രൗൺ കോട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് എടുക്കേണ്ടത്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ പദം വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ക്രിസ്പിനെസ് ഒക്കെ വന്നു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് മസാല പൊടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് നമുക്ക് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഈ അളവിനനുസരിച്ചാണ് കേട്ടോ, കുറവ് അളവായതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ആഡ് ചെയ്യുന്നു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും അതിൻ്റെ കോട്ടിങ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്താണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ വീണ്ടും ഞാനൊന്ന് ഇതുപോലെ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് എല്ലാ സൈഡും ക്രിസ്പിയായി കിട്ടും. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ന്യൂ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു, ബൈ.